8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻറ്റ് വെച്ച് നമുക്കൊരു പട്ടുപാവാട ഉണ്ടാക്കിയാലോ? 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏത് പ്രായക്കാർക്കും പട്ടുപാവാട ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് അളന്നെടുക്കുക. അളക്കുമ്പോൾ ഫ്ലോർ വരെ അളക്കാൻ ശ്രമിക്കുക. അതിനോട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 2.5 മീറ്റർ ഫാബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് കൂടുതലായി കിട്ടും. ബാൻഡിൻ്റെ ലെങ്ത്ത് നമ്മളെ വേസ്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുക. ബാൻഡിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചസ് വീതിയുള്ള ബാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം 1.5 നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടണമെങ്കിൽ നമ്മൾ 3 ഇഞ്ചസ് എടുക്കണം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കണം. ഞാനിപ്പം കറക്റ്റ് അളവ് വെട്ടിയെടുത്തിട്ട് തുണി 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സിലൊക്കെ നമുക്ക് ഓരോ നൊച്ചസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് വരുന്നത് 26 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 6.5 കിട്ടും. അപ്പം നമ്മൾ ഒരു പോർഷനിൽ എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം 6.5 മെഷർമെൻറ്റ് വരാൻ പാടുള്ളൂ. അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 1 ഇഞ്ച് ഇവിടെ വിടുന്നുണ്ട്. അതിന് ശേഷമാണ് പ്ലീറ്റ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് പ്ലീറ്റ് ഇടാം. ഇനി ഈ 2ാമത്തെ വരയിൽ നിന്ന് 4ാമത്തെ വരേനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് 3ാമത്തെ വര ഉള്ളിൽ പോകുന്ന രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇതേപോലെ. നിങ്ങൾ എടുക്കുന്ന തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉള്ളോട്ട് മടക്കുന്നത് കുറച്ച് അധികം മടക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ സെയിം ഡിസ്റ്റൻസ് തന്നെ മടക്കി കൊടുത്താൽ മതി. ഈസിലി മനസ്സിലാകാൻ വേണ്ടി ഓൾട്ടർനേറ്റ് വരകൾ ഞാൻ കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ വരകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ചെറിയ വര ഉള്ളിൽ പോകുന്ന രീതിയിൽ മടക്കി കൊടുക്കാം. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അതൊരു പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്യുക. ഇതേപോലെ ഫുള്ള് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇടേണ്ട എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇതേപോലെ പിന്നെ ഇത് വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നല്ലപോലെ അറിയാമെങ്കിൽ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ തുണി 4 ആയിട്ട് മടക്കില്ലേ, ആ ഒരു പോർഷൻ ഫുള്ള് ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് 6.5 അല്ലേന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഫുൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഫുൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമ്മൾ 26 ആണ് നമ്മളെ വേസ്റ്റ് വരുന്നത്. കറക്റ്റ് നമുക്ക് 26 തന്നെ കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് നമ്മൾ ഇവിടെയും വിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ വിട്ടില്ലേ, ആദ്യം തുടങ്ങുന്ന സമയത്ത് വിട്ട മാതിരി 1 ഇഞ്ച് ഇവിടെയും വിട്ടിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ 2 എൻഡിൽ നിന്നും താഴോട്ടൊരു 4.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാൻഡിൻ്റെ 2 സൈഡും നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാൻഡിൻ്റെ നല്ല സൈഡ് നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല സൈഡിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ റേഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാൻഡിൻ്റെ മുകളിലത്തെ വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ സൈഡിൽ നിന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഹുക്കും മയ്യും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.